ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷക്രീല ഫ്രണ്ടിന്റെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ സൈഗ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കാണിക്കുന്നത്. അവൾ സ്കൂളിലോട്ട് പോകുന്ന വഴി ഹിസോത്തോമിയുടെ ശബ്ദം അവൾ കേൾക്കുന്നു. ഹിസോത്തോമി തന്റെ ഒരു സുഹൃത്തിനോട് ഒരു ട്രാഷ് ഗെയിമിനെ പറ്റി വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് അവൾ കാണുകയാണ്. സൈഗ ചിന്തിക്കുന്നു, ഹിസോത്തോമി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആലോചിച്ച് നടക്കുമ്പോൾ സൈഗ ഒരു പോസ്റ്റിൽ കൊണ്ട് തലയിടിക്കുകയാണ്. പിന്നീട് സ്കൂളിൽ വെച്ച് സൈഗ ഹിസോത്തോമിയെ കാണുന്നുണ്ട്. അവൻ എപ്പോഴും ട്രാഷ് ഗെയിമിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് അവൻ. സൈഗ ചിന്തിക്കുന്നു, അവൻ ഇപ്പോഴും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഹിസോത്തോമിന്റെ ഈ ഒരു കാര്യമാണ് സൈഗയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നീട് ജൂഡോ ക്ലാസ്സിൽ വെച്ച് ഒരു പയ്യനെ മലർത്തിയിട്ടതിന് ശേഷം സൈഗ വീണ്ടും ഹിസോത്തോമിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുകയാണ്. അതിനുശേഷം സൈഗ ഹിസോത്തോമിയെ രഹസ്യമായി നോക്കുന്നുണ്ട്. അങ്ങനെ അവള് സ്റ്റോറിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ഓണർ അവളെ കൈയോടെ പിടിക്കുന്നു. ഹിസോത്തോമിയോട് നേരിട്ട് പോയി സംസാരിക്കാമെന്ന് അവൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ധൈര്യം കിട്ടുന്നില്ല. അതുകൊണ്ട് അവൾ ഗെയിമിൽ നിന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് പ്രസന്റ് ടൈമിലേക്ക് വരാം. ഇവിടെ സൺറാക്കു അഷുറ ഗാങ്ങിന്റെ മെമ്പേഴ്സിന്റെ അറ്റാക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. സൈഗർ സീറോ അവിടേക്ക് വരുന്നു. വന്ന ഉടനെ അവൾ റോക്ക് സ്മാഷർ എന്ന വലിയൊരു അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഒരു വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടാവുകയാണ്. സൺറാക്കു സൈഗർ സീറോയുടെ പേര് ശ്രദ്ധിക്കുന്നു. അവളുടെ തലയുടെ മേലെ പ്ലെയർ കില്ലർ സൈൻ ഇല്ല. കില്ലർ സൈൻ ഇല്ലാത്തത് കണ്ട് അവൻ ചിന്തിക്കുന്നു, ഇവള് പ്ലെയർ കില്ലർ ടൈപ്പ് അല്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് അവൾ മറ്റുള്ളവരെ പോലെ യുണീക് സിനാരിയോന്റെ പുറകെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. അതേസമയം പുറകിൽ അനുമേലിയും പെൻസിൽ ഗണ്ണും തമ്മിൽ ഭയങ്കര പോരാട്ടമാണ്. അനുമാലി ചോദിക്കുന്നു, നിനക്ക് എന്റെ ഫൈനൽ അറ്റാക്ക് തടയാൻ വേണ്ടി കഴിയുമോ? ഇതിന് സ്പെഷ്യൽ മാസ്റ്ററി സ്കില്ലും സിംഗിൾ ഡിജിറ്റ് HP വേണം. ഈ കേഴ്സ് അറ്റാക്ക് രണ്ടുപേരെയും നശിപ്പിക്കും എന്ന് അവൾ പറയുകയാണ്. പെൻസിൽ ഗണ്ണ് വിചാരിക്കുന്നു, ഞാൻ സ്റ്റേഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ആ കേഴ്സ് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റൂല. അവൾ അനുമാലിയെ തടയാൻ വേണ്ടി അവളുടെ നേരെ ചെന്ന് നോക്കുകയാണെങ്കിലും അവളെ കൊണ്ട് അത് പറ്റിയില്ല. ആ കേഴ്സ് അറ്റാക്ക് കൊണ്ട് രണ്ടുപേരും കൊല്ലപ്പെടുന്നു. ആ അറ്റാക്ക് അത്രയ്ക്കും വലുതായിരുന്നു. രക്ഷപ്പെടാൻ ഇതാണ് ശരിയായ സമയമെന്ന് സൺറാക്കു മനസ്സിലാക്കുന്നു. അവൻ സൈഗർ സീറോയുടെ തലയിൽ ചവിട്ടി ഒരു ലോങ് ജമ്പ്, ഐ ആം സോറി എന്ന് മാത്രം പറഞ്ഞ് അവൻ മറ്റു പ്ലെയറിന്റെ മുകളിൽ കൂടെ ചാടി തേർഡ് ടൗണിലേക്ക് ഓടുകയാണ്. അവനെ നഗരത്തിൽ കയറ്റരുത്, അവിടെ നിറയെ ബൗണ്ടി ഹണ്ടേഴ്സുകൾ ഉണ്ട്. അഷുറ ക്ലാൻ മെമ്പേഴ്സ് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ സൈഗർ സീറോ അവരെ 3 പേരെയും ആക്രമിക്കുന്നു. സൺറാക്കു ഓടുന്നതിനിടയിൽ ചിന്തിക്കുന്നു, സൈഗർ സീറോ നിന്റെ പേര് ഞാൻ ഓർത്തിരിക്കും. സൈഗർ സീറോ, അതായത് നമ്മൾ സൈഗ സ്വന്തം ചിന്തകളിൽ മുഴുകി നിൽക്കുകയാണ്. സൺറാക്കു എന്നോട് സംസാരിച്ചല്ലോ എന്ന സന്തോഷത്തിൽ അവളോട് സോറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഒരു മെമ്പർ അവസരം നോക്കി അവളെ കൊല്ലാൻ വേണ്ടി നോക്കി. അവളാണെങ്കിൽ അവനെ ഒറ്റ വെട്ടിന് തന്നെ 2 കഷ്ണങ്ങളാക്കി. അവൾ എന്നിട്ട് പറയുന്നു, നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവനോട് കുറച്ചു നേരം കൂടെ സംസാരിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇത് ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തി. പിന്നീട് സീൻ മാറുകയാണ്. സൺറാക്കോ എമ്മിലും റാബിറ്റ്സയിലെത്തുന്നു. പെൻസിൽ ഗണ്ണിന്റെ മേൽ സൺറാക്കോന് കിട്ടുന്നു. സൺറാക്കോ, എനിക്ക് എന്നോട് സംസാരിക്കണം. കാർസോയും കൂട്ടി യുണൈറ്റഡ് റൗണ്ട് ഗെയിമിലേക്ക് വരൂ. പുറത്ത് വെച്ച് അവളെ കാണുന്നത് അത്രയ്ക്ക് നല്ലതല്ലെന്ന് സൺറാക്കുവിന് തോന്നുന്നു. കാർസോയി അവനും അതേപോലത്തെ മെയിൽ കിട്ടിയിട്ടുണ്ടെന്ന് സൺറാക്കുവിനോട് പറയാണ്. എങ്കിലും എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ യുണൈറ്റഡ് സിനാരിയിലേക്ക് ഇമ്മുൽ സന്തോഷത്തോടെ ഹുറേ ഹുറേ എന്ന് വിളിക്കുന്നു. അടുത്ത സീൻ ഇമ്മുൽ സൺറാക്കുവിനെ ഒരു എരീനയില് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. അവിടെയാണെങ്കിൽ ഭയങ്കര പണിയാണ്. അങ്ങനെ അവർ വേപ്പർ കൊളോസിയത്തിലെത്തുന്നു. ഇമ്മുൽ പറയുകയാണ്, എന്റെ ബോസ് ആഗ്രഹിക്കുന്നത് നീ ഇവിടെ 10 മോൺസ്റ്റേഴ്സിനെ തോൽപ്പിക്കണം. എന്നാൽ ഇവിടെ വേപ്പർ വെപ്പൺസ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എമുലാണെങ്കിൽ ഒരു ചങ്ങ വലിച്ചിട്ട് ഒരു വാതിൽ തുറക്കുകയാണ്. ഇത്രയധികം രാക്ഷസന്മാരോ എന്ന് ഇത് കണ്ട് സൺറാക്കു ഞെട്ടുന്നു. ആദ്യത്തെ എതിരാളി പാക്ക് ഹൗണ്ട് ലെവൽ 65 മോൺസ്റ്റേഴ്സ് പൊരുതി സൺറാക്കു 6 തവണ ഇത് തോറ്റു. ഇതിനിടയ്ക്ക് സൈഗയുടെ സീൻ വീണ്ടും കാണിക്കുകയാണ്. സൺറാക്കുവിനോട് സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അവള്. അവന് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതും അവൻ അത് സ്വീകരിക്കുന്നതും നന്ദി പറയുന്നത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്കൂളിലോട്ട് പോകുന്നതും അവൾ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ നാളെ ചെന്ന് സൈഗ സൺറാക്കുവിനെ ആ നഗരത്തിൽ എല്ലായിടത്തും തപ്പി. ഇവനെയാണെങ്കിൽ കാണുന്നുമില്ല. 7ാമത്തെ തവണ അവന് മനസ്സിലായി, പുറകിലൊരു നിർദ്ദേശം തരുന്ന ഒരു കമാൻഡർ പോലെയുണ്ട്. ആ കമാൻഡറിനെ കൊന്നാല് ഇവരുടെ ഒത്തൊരുമയെല്ലാം ഇല്ലാണ്ടായി പോകും. അപ്പൊ അങ്ങനെ ഇവരെ എല്ലാരെയും തോൽപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ സൺറാക്കോ അതിനെ തോൽപ്പിക്കുകയാണ്. നമ്മൾ ഇനി വീണ്ടും കൊളോസിയം കാണിക്കുകയാണ്. സൺറാക്കോ 9 പേരെ തോൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ വൈസാഖ് 10ാമത്തെ എതിരാളിയെ കൊണ്ടുവന്നു. ഇതൊരു മനുഷ്യനാണോ? സൺറാക്കു സംശയിച്ചു. അവൻ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് മരമായിട്ട് യോജിക്കുകയാണ് ചെയ്തതെന്ന് വൈസാഖ് അവനോട് പറയാണ്. ഇവനെ ഇപ്പോൾ തോൽപ്പിക്കാൻ സൺറാക്കുവിന് കഴിയില്ല. അതുകൊണ്ട് പുതിയൊരു ടാസ്ക് വൈസാഖ് നൽകുകയാണ്. ഇതിന്റെ മുൻപിൽ 5 മിനിറ്റ് നീ ജീവനോട് പിടിച്ചേക്കുക. 10ാമത്തെ എതിരാളിയുമായിട്ടുള്ള പോരാട്ടം ഇവിടെ തുടങ്ങുകയാണ്. സൺറാക്കുവിന് ആ ചാലഞ്ച് അതിജീവിക്കാൻ കഴിയുമോ? അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.